അവസാനത്തെ ഓട്ടമായിരുന്നു. വിലാസം കയ്യിലുണ്ട്. അത് നോക്കി അദ്ദേഹം വീട് കണ്ടുപിടിച്ചു. വീടിന് മുൻപിൽ കാർ നിർത്തി ഹോൺ മുഴക്കി. ഒന്നല്ല, പലതവണ. ആരും ഇറങ്ങി വരുന്നില്ല. കുറെ നേരം കാത്തുനിന്ന് മടുത്തപ്പോൾ സ്ഥലം വിട്ടാലോ എന്ന് അദ്ദേഹം ആലോചിച്ചു. അത് ശരിയല്ലെന്ന് തോന്നി. അദ്ദേഹം കാറിൽ നിന്നിറങ്ങി വാതിലിൽ മുട്ടി. ഒരു മിനിറ്റ് നിൽക്കണേ എന്ന് ആരോ അകത്തുനിന്ന് പറയുന്നത് കേട്ടു. പ്രായമുള്ള ഒരു ശബ്ദം. അകത്ത് അനക്കങ്ങൾ. കുറച്ചു നേരം കാത്തുനിന്നപ്പോൾ വാതിൽ തുറന്നു. 90കളിലെത്തിയ ഒരു വൃദ്ധ. വളരെ കഷ്ടപ്പെട്ട് ഒരു ബാഗ് വലിച്ചുകൊണ്ടാണ് വരവ്. ഇതൊന്നെടുത്ത് വണ്ടിയെ വെക്കാമോ എന്ന് ചോദിച്ചു അവർ. വീടിന്റെ പടികളിറങ്ങുമ്പോൾ അവർ വീണേക്കുമെന്ന് തോന്നി. ഡ്രൈവർ അവരുടെ കൈ പിടിച്ചു വണ്ടിക്കരികിലേക്ക് നടന്നു. കാറിൽ കയറിക്കഴിഞ്ഞ് കയ്യിൽ കരുതിയിരുന്ന വിലാസം അവർ ഡ്രൈവർക്ക് നൽകി. ടൗണിലൂടെ പോകണം, പക്ഷേ എളുപ്പവഴി വേറെയുണ്ട് എന്ന് പറഞ്ഞു ഡ്രൈവർ. സാരില്ല, എനിക്കൊരു തിരക്കുമില്ല. നാം ഇപ്പൊ പോകുന്നത് വൃദ്ധമന്ദിരത്തിലേക്കാ. പിറകിലെ സീറ്റിലാണ് ആ സ്ത്രീ ഇരുന്നത്. കണ്ണാടിയിൽ ഡ്രൈവർ അവരുടെ മുഖം കണ്ടു. അവരുടെ നോട്ടങ്ങൾ കൂട്ടിമുട്ടി. എനിക്ക് ആരുമില്ല. എനിക്കിനി അധികം കാലമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. കാറോടിയ ദൂരവും ചാർജും കാണിക്കുന്ന മീറ്റർ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതുവരെ പെട്ടെന്ന് ഡ്രൈവർ അത് ഓഫ് ചെയ്തു. ദൂരത്തിൽ ഒരു കാര്യവുമില്ല. ഏത് വഴിയിലൂടെ പോണെന്ന് പറയൂ. മുന്നോട്ട് തന്നെ പോകൂ. അടുത്ത 2 മണിക്കൂർ കാർ നഗരത്തിലൂടെ തലങ്ങും വിലങ്ങും ഓടി. പോകുന്ന വഴി അവർ അദ്ദേഹത്തിന് ഓരോന്നും കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇതാണ് ഞാൻ ഒടുവിൽ ജോലി ചെയ്തിരുന്ന സ്ഥലം. അതാ ആ വീട്ടിലാണ് ഞാനും ഭർത്താവും ആദ്യം താമസിച്ചത്. കുട്ടിയായിരുന്നപ്പോ ഞാൻ നൃത്തം ചെയ്തിരുന്നു ഇവിടെ എന്ന് പറഞ്ഞ കെട്ടിടം അദ്ദേഹം നോക്കി. അതിപ്പോൾ ഒരു ഫർണിച്ചർ കടയാണ്. ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ കാറ് നിർത്താൻ അവർ ആവശ്യപ്പെട്ടു. നിർത്തിയപ്പോൾ വെറുതെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. ഒന്നും മിണ്ടിയതേയില്ല. കുറെ നേരം കഴിഞ്ഞ് അവർ പറഞ്ഞു, ഞാൻ ക്ഷീണിച്ചു, നമുക്കിനി പോകാം. പിന്നെ കുറെ നേരം രണ്ടുപേരും മിണ്ടിയില്ല. നേരത്തെ കിട്ടിയ വിലാസം നോക്കി ഡ്രൈവർ കാർ ഓടിച്ചു. ഒടുവിൽ വിലാസത്തിൽ പറഞ്ഞ കെട്ടിടമെത്തി. വണ്ടി നിർത്തിയയുടൻ 2 സ്ത്രീകൾ അകത്തുനിന്ന് വന്ന് കാറിൽ നിന്നിറങ്ങാൻ അവരെ സഹായിച്ചു. പിന്നിൽ നിന്ന് ഡ്രൈവർ ബാഗ് എടുക്കുമ്പോഴേക്കും സഹായികൾ കൊണ്ടുവന്ന വീൽ ചെയറിൽ അവർ ഇരുന്നു കഴിഞ്ഞിരുന്നു. പേഴ്സ് തുറക്കാൻ ശ്രമിച്ച അവർ ചോദിച്ചു, എത്രയാ? ഒന്നും വേണ്ട. നിങ്ങളുടെ ജോലിയല്ലേ, ജോലിക്ക് കൂലി വേണ്ടേ? വേണ്ട, എനിക്ക് വേറെ ഓട്ടോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഡ്രൈവർ വീൽ ചെയറിലേക്ക് കുനിഞ്ഞ് സ്വന്തം അമ്മയെ എന്ന പോലെ അവരെ കെട്ടിപ്പിടിച്ചു. അവരും അയാളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു പാവം വൃദ്ധയ്ക്ക് നിങ്ങൾ സന്തോഷത്തിന്റെ കുറെ നിമിഷങ്ങൾ നൽകി. നന്ദി. ഡ്രൈവർ അവരുടെ കൈകൾ സ്വന്തം കൈകൾക്കുള്ളിലാക്കി തലോടി. പിന്നെ അദ്ദേഹം കാറിൽ കയറി. ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. അന്ന് പിന്നീട് ആർക്കു വേണ്ടിയും അദ്ദേഹം ഓട്ടം പോയില്ല. തന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളാണിതെന്ന് അദ്ദേഹത്തിന് തോന്നി. ജീവിതാവസാനത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു അമ്മയ്ക്കായി മാറ്റിവെച്ച നിമിഷങ്ങൾ. ഇത്തരം നിമിഷങ്ങളിലാണ് മനസ്സിൽ തിരുപ്പിറവികൾ ഉണ്ടാകുന്നത്.